നല്ല മധുരമുള്ള നേന്ത്രപ്പഴം കിട്ടി. അപ്പോൾ പിന്നെ ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കടിക്കാനുള്ളൊരു ഫീല്, പക്ഷേ എണ്ണ അധികം വേണ്ടേനും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ സംഭവം. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും, ഒരു 3 ടീസ്പൂണോളം ഇത് ബ്രൗൺ ഷുഗറാണ് ഇട്ടത്, സാധാരണ ഷുഗർ ഇട്ടാൽ മതി, പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് സിന്നമണ്ട പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തു. കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കുമല്ല എന്നുള്ള രീതിയിലാണ് കൺസിസ്റ്റൻസിയിലാണ് ചെയ്തത്. പഴംപൊരി തന്നെയാണ് കേട്ടോ, പക്ഷെ ഇന്നത്തെ വ്യത്യാസം അധികം ഓയിലില്ലാതെ ഉള്ള പഴംപൊരിയാണേ. അപ്പോൾ എണ്ണയിലൊന്നും ഡീപ്പ് ഫ്രൈ ചെയ്യാതെ എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ ആ പഴത്തിനേക്ക് ഇട്ട് മിക്സിനെ മേലിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എയർ ഫ്രയറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ആദ്യം കുറച്ചൊന്ന് ഓയിൽ സ്പ്രേ ചെയ്തു. എന്നിട്ട് നമ്മുടെ പഴത്തിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയ പഴം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, ഒരു 1.5 പഴം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിനെ എയർ ഫ്രയറിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ നോക്കിയിരുന്നു, ഒരു 13 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരി എന്ന് വിളിക്കാൻ പാടില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു.